സ്വന്തം കഥ സിനിമയായി അതിൽ അഭിനയിക്കണമെന്ന ആഗ്രഹവുമായി ജീവിക്കുകയാണ് കൊല്ലം അഞ്ചൽ സ്വദേശി സുധീഷ് മഞ്ഞപ്പാറ. സിനിമ പോസ്റ്റർ പതിപ്പിക്കുന്ന ജോലി ഉപജീവനമായി സ്വീകരിച്ച സുധീഷ് 2 പുസ്തകങ്ങളുടെ രചയിതാവ് കൂടിയാണ്. ഇത് കൊല്ലം അഞ്ചൽ സ്വദേശി സുധീഷ്. സിനിമാ നടനാകണമെന്ന മോഹം സുധീഷിനെ കൊണ്ടെത്തിച്ചത് സിനിമാ തിയേറ്ററിലേക്കായിരുന്നു. പിന്നീട് അങ്ങോട്ട് സിനിമാ പോസ്റ്ററുകളെ ചങ്ങാതിയാക്കി സുധീഷ് തൻ്റെ സിനിമാ മോഹം കൊണ്ടു നടന്നു. കുട്ടിക്കാലം മുതൽക്ക് സിനിമയിൽ അഭിനയിക്കണം, അല്ലെങ്കിൽ ആ സിനിമയിൽ അഭിനയിച്ച് ആ സിനിമയുടെ പോസ്റ്റർ ഒട്ടിക്കണം, അതിൻ്റെ ആ സിനിമ എൻ്റെ തിയേറ്ററിൽ റിലീസ് ചെയ്യണം എന്നൊക്കെ കണ്ട് ഒരുപാട് രാത്രികൾ ഉറങ്ങിയ ഒരുപാട് കാലങ്ങളുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. എന്നോട് ആ ആഗ്രഹം ഒരുപാട് ഞാൻ കാലങ്ങളോളം നടന്നിട്ടും ഒന്നും ഒരിക്കലും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒരുപാട് സിനിമയിൽ അഭിനയിക്കാൻ അവസരങ്ങൾ തേടി നടന്നു, ഒന്നിലും അങ്ങനെ അഭിനയിക്കാൻ പറ്റിയിട്ടില്ല. 1-2 സിനിമകളിലൊക്കെ മുഖം കാണിക്കാൻ മാത്രമേ പറ്റുള്ളൂ. പോസ്റ്റർ ഒട്ടിക്കുന്നതിനിടയിൽ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ സുധീഷിനെ എഴുത്തുകാരനുമാക്കി. സിനിമാ ചരിത്രത്തിലെങ്ങും അടയാളപ്പെടുത്താതെ പോയ പോസ്റ്റർ ഒട്ടിപ്പുകാരുടെ ജീവിതം ഓലക്കൊട്ടക എന്ന പേരിൽ സുധീഷ് പുറത്തിറക്കി. അധ്യാപകനും കുടുംബവും പശ തേക്കുന്ന പോസ്റ്റർ ഒട്ടിച്ചു കാണാനായി കാത്തുനിന്നു. പശയുടെ നനവിൽ കുതിർന്ന പോസ്റ്റർ കീറി തുടങ്ങിയിരിക്കുന്നു. ഇനിയും ഒട്ടിച്ചില്ലെങ്കിൽ പോസ്റ്റർ തനിയെ കീറി നാശമാകും. ടൗണിലൂടെ നടന്നകലുന്നവരും ബസ് സ്റ്റാൻഡിൽ നിർത്തിയിട്ട് ബസ്സിലിരിക്കുന്നവരും പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാത്തതിനാൽ അവൻ്റെ പ്രവൃത്തി ശ്രദ്ധാപൂർവം നോക്കി നിന്നു. ഇവിടെ പോസ്റ്റർ ഒട്ടിച്ചില്ലെങ്കിൽ മുതലാളിയും റെപ്രസെൻറ്റേറ്റീവും വഴക്ക് പറയും. നോവൽ എഴുതണം, അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു കഥ എഴുതണം എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ മനസ്സിൽ വന്നത്. അഭിനയിക്കാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് ആ സിനിമയുടെ ഒരു ഭാഗമാകണമെന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ എൻ്റെ ഒരു കഥ എഴുതാൻ തീരുമാനിച്ചത്. കഥ എഴുതുമ്പോഴത്തേക്കും എന്ത് പുതുമയുള്ള കഥ എഴുതണമെന്ന് തോന്നിയപ്പോഴേക്കാണ് എൻ്റെ ജീവിതം തന്നെ, അല്ലെങ്കിൽ ഞാൻ കണ്ട കാഴ്ചകൾ, ഞാൻ കണ്ട യാത്രകൾ, എൻ്റെ സിനിമ പോസ്റ്റർ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഞാൻ എൻ്റെ നോവൽ എഴുതിയത്. ആ നോവലാണ് ഓലക്കൊട്ടക എന്ന പേരിൽ പുറത്തിറങ്ങിയത്. സുധീഷിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് സിനിമ. അതിനായി ചെന്നൈയിലടക്കം അലഞ്ഞു തിരിഞ്ഞു നടന്നു. ഒടുവിൽ താൻ തന്നെ എഴുതിയ കഥ തിരക്കഥയുമാക്കി കാത്തിരിക്കുകയാണ്. ഓരോ ദിവസവും ഈ നോവല് സിനിമയാക്കാൻ വേണ്ടിയിട്ട് ഓരോ ദിവസവും ഓരോ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ ആൾക്കാരെ വിളിക്കുകയും കാണുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ അങ്ങോട്ട് എത്തിപ്പെടുന്നില്ല. കാരണം നമ്മളെ സഹായിക്കാനൊന്നും ആരുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ എല്ലാ സംവിധായകരും നിർമ്മാതാക്കളും ഒക്കെ വലിയ വലിയ ആൾക്കാരാണ്. അപ്പോൾ അവർക്കുള്ളൊക്കെ അപ്പോയിൻമെൻറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. പക്ഷെ നമ്മൾ സഹായിക്കാനൊന്നും ആരുമില്ലാതുള്ളതാണ്. എനിക്ക് വേണ്ടി പറയാനോ സഹായിക്കാനോ അങ്ങനെ ആരുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് എന്ന് യാഥാർത്ഥ്യമാകും, ഇത് ഈ നോവൽ സിനിമയാകുമോ ഇല്ലയോ എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. എന്നെങ്കിലും തൻ്റെ കഥ സിനിമയാകുമെന്നും അതിൽ താൻ അഭിനയിക്കുമെന്നാണ് സുധീഷിൻ്റെ സ്വപ്നം. ആ സ്വപ്നം തന്നെയാണ് സുധീഷിനെ മുന്നോട്ട് നയിക്കുന്നതും. കഥയും തിരക്കഥയും റെഡിയാണ്. കലാഹൃദയമുള്ള സംവിധായകനെ കൂടി കിട്ടിയാൽ സുധീഷ് മഞ്ഞപ്പാറയുടെ ചിത്രം വൈകാതെ അഭ്രപാളിയിൽ കാണാം. ക്യാമറമാൻ ഹരികൃഷ്ണൻ ഹരിപ്പാടിനൊപ്പം പ്രശാന്ത് ശങ്കരമംഗലത്ത്, ജനം, കൊല്ലം.